ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എനിവൺ ക്യാൻ സ്റ്റിച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് വൈറ്റ് പേപ്പർ, പാറ്റേൺ മേക്ക് ചെയ്യാനുള്ള പേപ്പർ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ പേപ്പർ റോളായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പേപ്പറായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ റോളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ആ പേപ്പർ എടുക്കുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ലേ, അതിൻ്റെ ഇത് തൊട്ട് മിനിമം 10 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. മിനിമം 10 സെൻറ്റിമീറ്റർ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് മെഷർമെൻറ്റ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കുറച്ച് മേലേക്ക് ആവശ്യം വരും. അപ്പോൾ മിനിമം 10 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ഈ 10 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ നമുക്കൊരു ലൈൻ ഡ്രോ ചെയ്യാം. അപ്പോൾ ആ ലൈനാണ് ഫസ്റ്റത്തെ ലൈൻ നമ്മൾ കിട്ടുന്നത്. നെക്ക് ലൈനാണ് ഈ ലൈന് നമ്മൾ പറയുന്നത്. നെക്ക് ലൈനാണ്. നെക്ക് മെഷർമെൻറ്റ്സ് നമുക്ക് എടുക്കേണ്ടത് ഇതിലാണ്. അപ്പോൾ നെക്ക് ലൈൻ നമുക്ക് കിട്ടി. ഇതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഫ്രണ്ട് ലെങ്ത് ആണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ലെങ്ത് വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും സെൻറ്റിമീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ ഇവിടെ മെഷർമെൻറ്റ് വരുന്നത് ഫ്രണ്ട് ലെങ്ത്ത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങളുടെ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 32 ആണെങ്കിൽ 32 സെൻറ്റിമീറ്റർ. അത് ഈ ലൈനിൽ നിന്ന് നെക്ക് ലൈനിൻ്റെ ഫസ്റ്റ് ലൈനിൽ നിന്ന് എൻ്റെ വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ആ 30 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. കണ്ടോ, കണ്ടോ 30 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാണ്. അത്യാവശ്യം ലെങ്ത്ത് വരുന്ന കാരണം രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കത് ആ ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലൈൻ കിട്ടി. ഈ ലൈനിന് നമ്മൾ പറയുന്ന പേര് സെക്കൻഡ് ലൈൻ. ഫ്രണ്ട് ലെങ്ത് ആണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ലെങ്ത് ഓർ വേസ്റ്റ് ലൈൻ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലെങ്ത് അല്ലെങ്കിൽ വേസ്റ്റ് ലൈൻ വരാൻ പോകുന്നത്. ഇനി നമുക്ക് കിട്ടേണ്ട ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനും തമ്മിൽ, ഇപ്പം നെക്ക് ലൈനും ഫ്രണ്ട് ലെങ്ത്തും തമ്മിൽ എൻ്റെ ഡിഫറൻസ് വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പം നിങ്ങളുടെ ഈ ഫ്രണ്ട് ലെങ്ത്ത് 32 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 32 സെൻറ്റിമീറ്ററിൽ ഈ ഫ്രണ്ട് ലെങ്ത്ത് അല്ലെങ്കിൽ വേസ്റ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പം ഇവിടെ എൻ്റെ വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 30 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് നമ്മൾ എടുക്കണം. ഓക്കെ, 30 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ 32 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ 32 ഡിവൈഡഡ് ബൈ 2 16 സെൻറ്റിമീറ്റർ വരണം. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ഫ്രണ്ട് ലെങ്ത് മെഷർമെൻറ്റ് അതിൻ്റെ ഹാഫാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഹാഫ് നമുക്ക് നെക്ക് ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എനിക്ക് വരുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നെക്ക് ലൈനിൽ നിന്ന് ഫ്രണ്ട് ലെങ്ത് വരെയുള്ള 30 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫായിട്ടുള്ള 15 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ആ ലൈൻ വരച്ചു കൊടുക്കാം. അപ്പം നമുക്ക് തേർഡ് ലൈൻ കിട്ടിക്കഴിഞ്ഞു. ഈ ലൈനിൻ്റെ പേരാണ് ബസ്റ്റ് ലൈൻ. ബസ്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ ലൈനിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ബസ്റ്റ് ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എഗെയിൻ നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഇപ്പോൾ എത്രയാണ്, 15 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ ആണ്.
ഈ നെക്ക് ലൈനിൽ നിന്ന് ബസ്റ്റ് ലൈനിലേക്ക് എത്രയാണ് വന്നത്? 15 ആണ് എൻ്റെ വന്നത്. അപ്പോൾ ആ 15 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2, 7.5 നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം. ഇപ്പോൾ നിങ്ങളുടെ 16 ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 32 ആണ് നിങ്ങളുടെ ഫ്രണ്ട് ലെങ്ത്ത് വരെയുള്ളത്. അതിൻ്റെ ഹാഫ് നിങ്ങൾക്ക് ഇപ്പോൾ 16 കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്റ്റ് ലൈൻ 16 സെൻറ്റിമീറ്ററിലാണ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഈ 16 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. പക്ഷെ ഇവിടെ എനിക്ക് വന്നിട്ടുള്ള എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 15 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫായിട്ടുള്ള 7.5 ഞാൻ മാർക്ക് ചെയ്യുകയാണ്. നിങ്ങളപ്പോൾ നിങ്ങളുടെ നെക്ക് ലൈനും ബസ്റ്റ് ലൈനും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? 7.5 മാർക്ക് ചെയ്തു. ഓക്കെ, ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് 4th ലൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 4th ലൈൻ ഏതാണ്? ഫ്രണ്ട് അക്രോസ് ഓർ ബാക്ക് അക്രോസ് ലൈനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും അപ്പർ പോർട്ട്, അതായത് വേസ്റ്റിൽ നിന്ന് അപ്പർ പോർഷനിലേക്കുള്ള ലൈനുകളും കൂടെ കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഫ്രണ്ട് ലെങ്ത് അല്ലെങ്കിൽ വേസ്റ്റ് ലൈനാണ്. നെക്സ്റ്റ് നമ്മളിവിടെ നോക്കേണ്ടത് വേസ്റ്റിൽ നിന്ന് ഹിപ്പിലേക്കുള്ള മെഷർമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വരുന്നത് നമ്മൾ വേസ്റ്റ് ടു ഹിപ്പ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണ് വരുന്നത്? എൻ്റെ വരുന്നത് 21 ആണ്. ഇപ്പോൾ നിങ്ങൾ 23 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ വേസ്റ്റ് നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള ഈ വേസ്റ്റിൻ്റെ ലൈനിൽ നിന്ന് എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് ഹിപ്പ് വരുന്നത് അത് നമുക്ക് താഴോട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വരുന്നത് 21 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ വേസ്റ്റ് ലൈനിൽ നിന്ന് 21 സെൻറ്റിമീറ്റർ താഴേക്ക് മാർക്ക് ചെയ്യാം. കേട്ടോ, 21 സെൻറ്റിമീറ്റർ നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പം നിങ്ങളുടെ 23 ആണെങ്കിൽ അത് മാർക്ക് ചെയ്യുക, 24 ആണെങ്കിൽ അത് മാർക്ക് ചെയ്യുക. എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് ടു ഹിപ്പ് മെഷർമെൻറ്റ് വരുന്നത് അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേതാ നമ്മുടെ ലൈൻ വരിക? ഹിപ്പ് ലൈനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 5th ലൈൻ കിട്ടുന്നത് ഏതാണ്? ഹിപ്പ് ലൈൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റിൻ്റെയും ഹിപ്പ് ലൈനിൻ്റെയും ഇപ്പോൾ 21 ആണ് എൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് കാണാം, മിഡ് പോയിൻ്റ് എടുക്കുക. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 2 ഇപ്പോൾ വരുന്നത് എത്രയാണ്? 10.5 ആണ് എൻ്റെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ വരുന്നത്? ഇപ്പോൾ 23 ആണെങ്കിൽ എന്ത് ചെയ്യണം? 23 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 11.5 ആണ് നിങ്ങളുടെ മിഡ് പോയിൻ്റ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേസ്റ്റ് ലൈൻ്റെയും ഹിപ്പ് ലൈൻ്റെയും മിഡ് പോർഷൻ എത്രയാണ്, മിഡ് സെക്ഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലൈൻ വരയ്ക്കണം. അപ്പോൾ എത്രയാണ് എൻ്റെ വരുന്നത്? 21 ഡിവൈഡഡ് ബൈ 2 10.5 ആണ്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. 10.5. ഓക്കെ, 10.5. അപ്പോൾ നമ്മുടെ 6th ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സ്മോൾ ഹിപ്പ് ലൈൻ. സ്മോൾ ഹിപ്പ് ലൈനാണ് നമുക്ക് 6th മെഷർമെൻ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു, നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഓരോ ലൈനും നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്സിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ലൈനിലായിരിക്കും. നമ്മൾ ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന മെഷർമെൻറ്റ്സ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നെക്ക് മെഷർമെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ നെക്ക് മെഷർമെൻറ്റിൻ്റെയൊക്കെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോർമുലയുണ്ട് ബേസിക് ആയിട്ടുള്ളത്. ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ സ്പേസ് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആ സ്പേസിൽ നമുക്ക്
ചെയ്യാം. കുറച്ച് നേരം നീക്കി ചെയ്തോളൂ, കാരണം ഈ എൻ പോർഷനിൽ നമുക്ക് നെക്കിൻ്റെ കാൽക്കുലേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് 10 സെൻറ്റിമീറ്റർ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വിടാം കേട്ടോ. സാധാരണ നമ്മൾ കാൽക്കുലേഷൻസ് ഇവിടെയാണ് എഴുതുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം ഏതാ വരുന്നത് എന്നുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വരുന്നത്, നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോർഷനിൽ, അതായത് നമ്മൾ പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ നമ്മുടെ ബാക്ക് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ ബാക്ക് പോർഷൻ ചെയ്യുന്നത്. ഈ സൈഡിലാണ് നമ്മൾ ഫ്രണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നെക്ക് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നെക്കിൻ്റെ ഫോർമുല ഇതാണ്. ഓക്കെ, എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്, ഇപ്പോൾ എനിക്ക് വരുന്നത് 34 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന എത്രയാണെന്നുള്ളത് നോക്കുക. നിങ്ങളുടെ മെഷർമെൻറ്റ് ഇപ്പോൾ 36 ആണെങ്കിൽ 36, 38 ആണെങ്കിൽ 38. അപ്പോൾ ഇവിടെ എനിക്ക് വരുന്നത് 34 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ 34 സെൻറ്റിമീറ്റർ എഴുതാണ്. ഈ 34 ഡിവൈഡഡ് ബൈ 6, ഈ 6 എന്നുള്ളത് സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 38 ആണെങ്കിൽ എന്ത് ചെയ്യണം, 38 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതണം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ്, ഞാനത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡാണെന്നുള്ളത്. പ്ലസ് 0.5. അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ 6 സ്റ്റാൻഡേർഡ് പ്ലസ് 0.5. ഈ 6ഉം ഡിവൈഡഡ് ബൈ 6ഉം പ്ലസ് 0.5ഉം എല്ലായിടത്തും സെയിം ആയിരിക്കും. എത്രയാണോ നിങ്ങളുടെ നെക്ക് മെഷർമെൻറ്റ് അത് മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ വരുന്നത് 34 ആണ്. 34 ഡിവൈഡഡ് ബൈ 6 സെൻറ്റിമീറ്റർ പ്ലസ് 0.5. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്, 6.16. നമ്മൾ സാധാരണ റൗണ്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ 6.2 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം 6.2. ഓക്കെ, ഇനി നെക്സ്റ്റ് നെക്കിൻ്റെ തന്നെ ഒരു മെഷർമെൻറ്റ് കൂടെ വരുന്നുണ്ട്. അതും സെയിം തന്നെയാണ്. ഇവിടെ 0.5ന് 34 എത്രയാണോ നിങ്ങളുടെ മെഷർമെൻറ്റ്, ഹിയർ എൻ്റെ ഇവിടെ 34 ആണ്. അത് ഡിവൈഡഡ് ബൈ 6 സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. പ്ലസ് 0.5ന് പകരം 1 വരുന്നു. ഓക്കെ, അപ്പോൾ 34 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 1 എത്രയാണ്, 6.66 എന്നാണ് വരുന്നത്. സോ ഞാൻ അത് റൗണ്ട് ചെയ്തിട്ട് 6.7 എടുക്കുകയാണ്. നമുക്കത് ഇപ്പോൾ നെക്കിൻ്റെ കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കത് മാർക്ക് ചെയ്യാം. നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് ഫ്രണ്ടിലും മാർക്ക് ചെയ്യാനുണ്ട്, ബാക്കിലും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അതിനെന്താ വേണ്ടത്, ഈ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള മെഷർമെൻറ്റ് കണ്ടോ, അതായത് നെക്കിൻ്റെ 0.5ൽ കിട്ടിയിരിക്കുന്ന 6.2. ആ 6.2 നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈനിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഫ്രണ്ടിൽ ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ എത്രയാണ്, 0.5ൻ്റെ ഇതിൽ വന്ന്, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അത് കിട്ടിയിരിക്കുന്നത്, ഫസ്റ്റ് കാൽക്കുലേഷനിൽ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വരുന്നത് 6.2 ആണ് കാൽക്കുലേഷനിൽ വന്നത്. അപ്പോൾ 6 കഴിഞ്ഞിട്ട് ഈ ചെറിയ 2 ലൈൻ കണ്ടോ, അതിൽ സെക്കൻഡ് ലൈനിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ എഴുതുന്നുണ്ട് ഞാനിവിടെ 6.2 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിലുള്ള നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ വരെയാണ് നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലും നെക്ക് ലൈനിൽ തന്നെ ഇതേ 6.2 നമ്മൾ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് മാർക്ക് ചെയ്യാൻ ഓർക്കണം, തെറ്റിപ്പോകരുത്. ഓക്കെ, 6.12 മാർക്ക് ചെയ്തു, 6.2. നെക്സ്റ്റ് നെക്കിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്, 6.7 ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ, ബാക്കിലല്ല നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ബാക്കിൽ നമുക്ക് ആദ്യം ഫ്രണ്ട് കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ
6.2 മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് 6.7 കിട്ടിയിരിക്കുന്നത്, അതായത് കണ്ടില്ലേ 6 ഇവിടെ 6 വന്നു, 5 ഇവിടെ രണ്ടെണ്ണം കൂടി എടുത്തിട്ട് 6, 7 അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6.7 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6.7ൻ്റെ ഹാഫ് എടുക്കുക. എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 6.7 ഡിവൈഡഡ് ബൈ 2 അപ്പോൾ എത്രയാണ്? 3.35. ഓക്കെ, 3.3 or 4 ഒക്കെ വരും. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. നമ്മളത് ഈ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യാൻ പോകണം. ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ നോക്കുക. ഇപ്പം നിങ്ങളുടെ 6.7 ആണ് നിങ്ങൾക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ 7ൻ്റെ ഹാഫ് എത്രയാണെന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യുക. എത്രയാണോ നിങ്ങളുടെ വരുന്നത് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്രയാണ് എനിക്ക് വരുന്നത്? 3.35. സോ 3.4 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇതിൻ്റെ മിഡിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3.4 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം ഈ 3.4ൽ നിന്ന് നമുക്ക് ആ ലൈന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ മെഷർമെൻറ്റ് നോക്കാം. ഇപ്പോൾ എൻ്റെ വരുന്നത് 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ പോയിൻറ്റിൽ നിന്ന് ഈ ലൈനിൽ, ഇപ്പോൾ നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ലൈനിൽ എവിടെയാണോ 13 മീറ്റ് ചെയ്യുന്നത്, കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് 13 ഇപ്പോൾ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? എൻ്റെ ഇവിടെയാണ്. ഈ ലൈനിൽ നമ്മൾ നടുവിൽ വരച്ചിട്ടുള്ള ലൈനിൽ 13 എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ദെൻ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹാഫ് എടുത്തതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ എത്രയാണോ അതിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ ഇപ്പോൾ 12 ആണ് വരുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ടോ, ഇപ്പോൾ എൻ്റെ മീറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഈ പോയിൻ്റ് തൊട്ട് 13 എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ 13 അല്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? 12 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? 12 എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്യണം. ഇനിയിപ്പോൾ 10 ആണെങ്കിൽ എന്ത് ചെയ്യണം? 10 എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹാഫിൽ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് ഷോൾഡർ എത്രയാണോ നമ്മുടെ ഇപ്പോൾ അത് വരുന്നത് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് വരുന്നത്. 13 സെൻറ്റിമീറ്റർ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇവിടെ വരെ വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 13 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത്, ഇപ്പോൾ നെക്ക് മാർക്ക് ചെയ്തു, ഷോൾഡർ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വരുന്ന ലൈൻ ഏതാ? ഫ്രണ്ട് എക്രോസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ട് എക്രോസ് എത്രയാണ് വരുന്നത്. എൻ്റെ വരുന്നത് 35 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ്റെ ഹാഫ് പോർഷനാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്രണ്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോർഷൻ നമ്മൾ മടക്കിയിട്ടുള്ള തുണിയിൽ വെട്ടുമ്പോൾ നമുക്കിത് വിടർന്നിട്ട് ഇതുപോലെ തന്നെയായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് എക്രോസ് എന്ന് പറഞ്ഞെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഫുള്ളായിട്ടുള്ള സർക്കംഫറൻസ് വരുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അതല്ല ബെസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ടാണ് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 4 വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഇത്രയേ ഉള്ളൂ. ബാക്ക് അക്രോസ് സെപ്പറേറ്റ് മെഷർമെൻ്റ് ആയ കാരണം നമ്മൾ ഡിവൈഡഡ് ബൈ 2 വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് അക്രോസിൻ്റെ കാൽക്കുലേഷൻ എത്രയാണോ നമ്മുടെ ഫ്രണ്ട് അക്രോസ്, ഇപ്പം എൻ്റെ വരുന്നത് 35 ആണ്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എത്രയാണോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 37 ആണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 2, 38 ആണെങ്കിൽ 38 ഡിവൈഡഡ് ബൈ 2. ഇവിടെ എൻ്റെ വരുന്നത് 35
ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. എത്രയാണ്? 17.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് എക്രോസിൻ്റെ മെഷർമെൻറ്റ്, ഈ പോർഷനാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് വരുന്നത്, അതുകൊണ്ടാണ് ഫ്രണ്ട് എക്രോസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് എക്രോസ് ആയിട്ടുള്ള 35 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 ആയിട്ടുള്ള 70.5 ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് എക്രോസ് വരുന്നത്. ബാക്ക് നമുക്ക് പിന്നെ ലാസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് മെഷർമെൻറ്റ് നമുക്ക് ആദ്യം ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബെസ്റ്റ് മെഷർമെൻ്റ് ആണ്. ബെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 87 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ലൈൻ വരുന്നത് തേർഡ് ലൈനായിട്ടുള്ള ഇതാണ് നമ്മുടെ ബെസ്റ്റ് ലൈൻ വരുന്നത്. അപ്പോൾ നമുക്കത് കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടുന്നത് ബെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 87, അപ്പോൾ ബെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള ചുറ്റളവാണ് വരുന്നത്. സോ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഡിവൈഡഡ് ബൈ 4 വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ നമ്മുടെ ബെസ്റ്റ് വരുന്നത്, അത് ഇവിടെ 87 ആണ് എൻ്റെ വരുന്നത്, ഡിവൈഡഡ് ബൈ 4 ആണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാം 87 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 21.75 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഈസ് ആഡ് ചെയ്യണം. ഈസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മെഷർമെൻറ്റിൻ്റെ കൂടെ എത്രത്തോളം നമുക്ക് ഡ്രസ്സ് ലൂസ് വേണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഈസ് ഒരു 2 സെൻറ്റിമീറ്റർ വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. യൂഷ്വലി എത്രയാണ് നമ്മൾ കൊടുക്കാറുള്ളത്? ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പോലും 2 into 4 വരുമ്പോൾ എന്താ ഉണ്ടാവുക? 8 സെൻറ്റിമീറ്ററോളം നമ്മുടെ ഡ്രസ്സ് ലൂസായിട്ട് കിടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൂസായിട്ടുള്ള ഫിറ്റിങ്ങിലാണ് കിട്ടുക. അപ്പോൾ ഇനി വേണമെങ്കിൽ 1 ഈസ് എന്ന് പറയാം കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താ ഉണ്ടാവുക? 1 into 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്ററോളം നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് ലൂസായിട്ടാണ്, ടോട്ടലി ലൂസായിട്ടാണ് നമുക്ക് കിടക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും. ചില ആളുകൾക്ക് ഇപ്പോൾ കുർത്തി തയ്ക്കുമ്പോഴൊക്കെ, അതായത് ഡിസൈൻ അനുസരിച്ച് ചില ഡിസൈനിലുള്ള ഡ്രസ്സുകൾ ലൂസായിട്ടായിരിക്കും പൊതുവെ ചെയ്യേണ്ടി വരിക. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇത് ബോഡി ചെയ്യുമ്പോൾ, അതായത് ഈ ഈസ് വെച്ചിട്ടാണ് നമ്മൾ ബോഡീനെ പറയാറുള്ളത്. ഇങ്ങനെ ബേസിക് ബോഡി ഉണ്ടാക്കുന്നത് 1 ഈസ് ബോഡി, 2 ഈസ് ബോഡി, ബേസിക് ബോഡി, അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. ചില ആളുകൾക്ക് ഫിഗർ ഹഗ്ഗിങ് ആയിട്ടായിരിക്കും ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവർ കുറഞ്ഞ ഈസ് എടുക്കാം. ഞാനൊക്കെ യൂഷ്വലി 0.25 എടുക്കാറുണ്ട്. ഇല്ലാതെയും ഞാൻ ചിലപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് വളരെ ടൈറ്റ് ആയിരിക്കും. ഫിഗറിനോട് അത്രയും അടുത്ത് നിൽക്കുന്നതായിരിക്കും. സെയിം ഇതിൽ വരുന്ന കാരണം കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. 87 ഡിവൈഡഡ് ബൈ 4 ചെയ്തു. അപ്പം നമുക്ക് എത്രയാണ്? 21.75 വന്നു. പ്ലസ് 0.25 ചെയ്തു. അപ്പോൾ എത്രയാണ്? 22 ആണ് വരുന്നത്. ഓക്കെ, ഈ ബെസ്റ്റ് ലൈനിൽ നമ്മൾ 22 മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ്? അപ്പോൾ ഇവിടെ ബെസ്റ്റ് ലൈനിൽ ഫ്രണ്ടിലും ബാക്കിലും, ബിക്കോസ് ഡിവൈഡഡ് ബൈ 4 ആണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും സെയിം മെഷർമെൻ്റ് ആണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ളത് 22 മാർക്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഈ 0.25 into 4 വരും. കാരണം ഇവിടെ ഈ ഒരു ഇതിൽ 0.25 ആഡ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ മടക്കിയിട്ട് വെട്ടുമ്പോൾ ഫ്രണ്ടിൽ 0.25 വരും. അതുപോലെ തന്നെ ഇവിടുത്തെ മെറ്റീരിയലും 0.25 എന്ന് പറഞ്ഞ് വരുമ്പോൾ ടോട്ടലി 1 സെൻറ്റിമീറ്റർ നമുക്ക് ഈസ് കിട്ടും. അത് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ വന്നു കഴിഞ്ഞു. ഇത് 2 സൈഡ് വരുമ്പോൾ 2 സെൻറ്റിമീറ്റർ, ഇവിടെയും കൂടെ 2 സെൻറ്റിമീറ്റർ വരുമ്പോൾ ടോട്ടൽ 4 സെൻറ്റിമീറ്റർ ഈസ് വരും. ചില ആളുകൾ 2.5 സെൻറ്റിമീറ്റർ വരെ ഈസ് ഇടാറുണ്ട്. അതൊക്കെ ഡിപ്പെൻസ്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 0.25 കൊടുക്കുന്നുള്ളൂ, 0.25 ഈസി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് വരുമ്പോൾ എൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 22 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങളപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് വെച്ച് നോക്കി ഇഷ്ടപ്പെട്ട ഈസും കൊടുത്തിട്ട് മാത്രം മാർക്ക് ചെയ്യുക. എത്രയാണോ ഈസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് തന്നെ ബാക്കി ഇതുപോലെ ഈസ് പ്രൊവൈഡ് ചെയ്യേണ്ടിടത്തൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം 22 സെൻറ്റിമീറ്റർ. അതേ സമയത്ത് തന്നെ ഈ ബസ് ലൈനിൽ ബാക്കിലും 22 സെൻറ്റിമീറ്റർ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ മാർക്ക് ചെയ്യാം. 22 സെൻറ്റിമീറ്റർ ബാക്ക് പോർഷനിലും നമ്മൾ നെക്കൊന്നും ബാക്ക് ഇത് ചെയ്തിട്ടില്ല.
പക്ഷേ അത് സാരമില്ല, ഞാൻ ജസ്റ്റ് ഒരുമിച്ച് ചെയ്യുന്നേ ഉള്ളൂ. 22 സെൻറ്റിമീറ്റർ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ കൊടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നമ്മുടെ ബെസ്റ്റ് ലൈൻ കഴിഞ്ഞു. ഇനി വരുന്നത് നമ്മുടെ വേസ്റ്റാണ് വരുന്നത്. എൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 76 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഡാട്ടൊന്നും ഇല്ലാതെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 76 സെൻറ്റിമീറ്റർ തന്നെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, ഇതും വേസ്റ്റും നമ്മൾ പറഞ്ഞു ഫുൾ ചുറ്റളവാണ് നമ്മൾ നോക്കുന്നത്, സർക്കംഫറൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ 76 ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 76 ഡിവൈഡഡ് ബൈ 4 ചെയ്യുകയാണ് വേസ്റ്റിൽ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് എന്നുള്ളത് നോക്കുക, അത് ഡിവൈഡഡ് ബൈ 4. ഇപ്പോൾ ഇവിടെ വരുന്നത് 19 ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്ന ഈസ് 0.25 ആണ്. ഇപ്പോൾ നിങ്ങൾ 1 ആണ് കൊടുക്കുന്നത്, ബെസ്റ്റിൻ്റെ 1 ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 1 കൊടുക്കുക. ഈസ് പ്ലസ് ഈസ് 0.25. ഇത് 1 ആണെങ്കിൽ 1 കൊടുക്കുക, 2 ആണെങ്കിൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 0.50 ഹാഫ് സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, 0.75 ആണെങ്കിൽ അത് കൊടുക്കുക. ഇത് ഈക്വൽ ആവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് എത്രയാണോ ഈസ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈസ് നമ്മൾക്ക് കൊടുക്കാം. ഈക്വൽ ടു എൻ്റെ വരുന്നത് 19.25 ആണ്. ഓക്കെ, അപ്പോൾ ഇതേ വേസ്റ്റ് തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം, ബാക്കിലും മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഡാട്ട് ഇല്ലാതെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെ വേറൊരു കാൽക്കുലേഷൻ വരും. അത് നമുക്ക് നെക്സ്റ്റ് മെത്തേഡായിട്ട് നോക്കാം. അപ്പോൾ 19.25 ബാക്കിൽ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ വേസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഏതാണ്? ഹിപ്പ് മെഷർമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഹിപ്പ് മെഷർമെൻറ്റ് വരുന്നത് 87.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. നമ്മൾ ഹിപ്പ് മെഷർമെൻ്റ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഹിപ്പ് ലൈനിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് 87.5 ആണ്. അപ്പോൾ ഫുൾ ചുറ്റളവാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, 87 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, പ്ലസ് 0.25 ആണ് എൻ്റെ ഈസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈസ് എത്രയാണോ അത് എഴുതുക. ഓക്കെ, അപ്പോൾ 87.5 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 0.25. അപ്പോൾ 22.125 ആണ് വരുന്നത്. സോ നമുക്ക് 22.1 എടുക്കാം. ഓക്കെ, 22.2 എടുക്കാം. നമുക്ക് മാർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് സ്റ്റിച്ചിങ്. ഒരുപാട് ഒരു കാൽക്കുലേഷനൊക്കെ നമുക്ക് തോന്നുമായിരിക്കും, പക്ഷെ ഇത്രയേ ഉള്ളൂ. ഫുൾ ചുറ്റളവ് എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 4, ഹാഫ് എടുക്കുന്നുള്ളെങ്കിൽ ഡിവൈഡഡ് ബൈ 2. എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ ഒപ്പം വരികയാണെങ്കിൽ ഏത് ഡ്രസ്സ് വേണമെങ്കിലും ബേസിക്സ് കുറച്ച് കഴിഞ്ഞാൽ പോലും ഒരു താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം, ഏത് ഡ്രസ്സ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാനെപ്പോഴും എന്താ പറയുക, ഏത് ഡ്രസ്സ് വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റേതായ ഈസി മെത്തേഡ്സൊക്കെ അതിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു മെത്തേഡുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കും അതിന് എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഹിപ്പ് മാർക്ക് ചെയ്യാം. ഹിപ്പ് 22.2 ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് കൂടിയാലും കുറയാതിരിക്കുകയാണല്ലോ ബെറ്റർ. ഓക്കെ, 22.2 എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിലും ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും സെയിം മെഷർമെൻറ്റിൽ തന്നെ വരും. ഓക്കെ, ചെയ്യാം. അപ്പോൾ ബാക്കിലും 22.2 മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ ചെയ്യുന്ന പാറ്റേൺ വിത്തൗട്ട് ഡാട്ടാണ്. ഇനി നമുക്കത് ജോയിൻ ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ബാക്കിൻ്റെ നെക്കും ബാക്ക് അക്രോസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, നമുക്കത് ചെയ്യാം. നമ്മളിപ്പോൾ നമുക്ക് എല്ലാ ലൈനിലുള്ള ഫ്രണ്ട് പോർഷനിലുള്ള എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഈ പോയിൻറ്റ്സ് അപ്പം നമ്മുടെ ബെസ്റ്റ് ലൈനാണിത് വരുന്നത്. അപ്പോൾ ബെസ്റ്റ് ലൈനിൽ നിന്ന് വേസ്റ്റിലേക്ക് കണക്ട് ചെയ്യാം.
ദെൻ ഇത് ഹിപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ സ്മോൾ ഹിപ്പ് ലൈനിൽ കൂടെ വേസ്റ്റിൽ നിന്ന് ഹിപ്പിലേക്ക് പോയിട്ടുള്ള ലൈൻ കണ്ടോ. അപ്പോൾ ഇവിടെ ഈ സ്മോൾ ഹിപ്പ് ലൈനിൽ നിന്ന് 0.5 മാർക്ക് ചെയ്യാം. 0.5 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ സ്കെയിലുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടായാലും കണക്ട് ചെയ്യാവുന്നതാണ്. അതൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെയും പോയിന്റഡ് ആകാതെ ഒന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്തു. വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പാറ്റേൺ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.